നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് രാശിഫലം നോക്കാം. ചില നാളുകാർക്ക് വളരെയധികം ഭാഗ്യം ലഭിക്കുന്ന ദിവസമാണ്. അതുപോലെ ചില നാളുകാർക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസവുമാണ്. ചിലരുടെ ജീവിതത്തിൽ വളരെ പ്രസക്തമായ കാര്യങ്ങൾ ഉണ്ടാകും. ഇന്ന് നമുക്ക് നോക്കാം എന്തെല്ലാമാണ് തന്നിരിക്കുന്നത് നോക്കാം. ജയറാണി EV ആണ് ഈ രാശിഫലം എഴുതി അയച്ചു തന്നിട്ടുള്ളത്. മേഡം രാശി: അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. ഇന്ന് ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അതിനാൽ മാനസിക അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ജലസംബന്ധമായ കാര്യങ്ങളിൽ ഭയം, സാമ്പത്തിക പ്രശ്നങ്ങൾ, തൊഴിൽപരമായ പരാജയങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓരോ കാര്യവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് ഗുണകരമാണ്. ഇടവം രാശി: കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം. ഇന്ന് മനസ്സിന് സന്തോഷം നൽകുന്ന ദിവസമായിരിക്കും. ചെയ്യുന്ന കാര്യങ്ങളിൽ പക്വതയും ചിന്താശേഷിയും പ്രകടമാകും. കാർഷിക മേഖലയിലുള്ളവർക്ക് ലാഭവും തൊഴിൽപരമായ വിജയവും പ്രതീക്ഷിക്കാം. ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മിഥുനം രാശി: മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ഈ രാശിക്കാരെ തേടിയെത്തും. ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും സ്വന്തമാക്കാൻ സാധിക്കും. പുതിയ ബിസിനസ് കരാറുകളിൽ ഏർപ്പെടാം. അതിൽ വിജയം നേടാനും സാധ്യതയുണ്ട്. കർക്കിടകം രാശി: പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഈ ദിവസം അനുകൂലമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാനും അതുവഴി സൽപ്പേര് നേടാനും സാധിക്കും. ഭാഗ്യാനുഭവങ്ങളും സുഖകരമായ ഉറക്കവും ഈ ദിവസം പ്രതീക്ഷിക്കാം. ചിങ്ങം രാശി: മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. സർക്കാരിൽ നിന്നോ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നോ പ്രതികൂല സാഹചര്യങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അഗ്നി, മോഷണം, രോഗങ്ങൾ എന്നിവയെക്കുറിച്ച് ജാഗ്രത പുലർത്തണം. കാര്യങ്ങളിൽ തടസ്സങ്ങളും അലസതയും ഉണ്ടാകാം. കന്നിരാശി: ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം. മേലധികാരികളിൽ നിന്ന് പ്രശംസയോ സമ്മാനങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും ഐക്യവും വർദ്ധിക്കും. വിലപിടിപ്പുള്ള സമ്മാനങ്ങളോ അലങ്കാര വസ്തുക്കളോ ലഭിക്കാൻ സാധ്യതയുണ്ട്. തുലാം രാശി: ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കും. അവ ഭാവിയിൽ ദൃഢബന്ധങ്ങളായി മാറുകയും ചെയ്യും. വൃശ്ചികം രാശി: വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ തിരിച്ചടികൾ നേരിടാൻ സാധ്യതയുണ്ട്. പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടാം. തനിക്കും ജീവിത പങ്കാളിക്കും ആശുപത്രിവാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടെയിരിക്കണം. ധനുരാശി: മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. സന്താനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ആശങ്കകൾക്ക് വിരാമമാകും. അവർ അഭിമാനം നൽകുന്ന കാര്യങ്ങൾ ചെയ്യും. ദീർഘകാലമായി വിദേശത്തിരുന്ന ബന്ധുക്കളെ കണ്ടുമുട്ടാനും അവരിൽ നിന്ന് സഹായം ലഭിക്കാനും സാധ്യതയുണ്ട്. മകരം രാശി: ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. സ്വന്തമായി വീടോ ബിസിനസ്സോ സ്ഥാപനമോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സാഹചര്യം ഒരുങ്ങും. ജീവിത പങ്കാളിയുടെയും കുടുംബാംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണ പ്രതീക്ഷിക്കാം. കുംഭം രാശി: അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും ഉണ്ടാകും. നല്ല ഭക്ഷണവും മനസ്സുഖവും ലഭിക്കുന്ന ദിവസമാണ് ഇന്ന്. പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താം. അവരുമായി അടുത്ത് ഇടപഴകാൻ അവസരം ലഭിക്കും. മീനം രാശി: പൂരോരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. സന്താനങ്ങൾക്ക് രോഗദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും അലസതയും അനുഭവപ്പെടും. വിവര സാങ്കേതിക മേഖലയിലുള്ളവർക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ കരുതലെടുക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ജയറാണി EVയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഇതിൽ ഒപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212